നമസ്കാരം. പ്രധാന വാർത്തകൾ. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവം. സ്കൂളിന്റെ ഭാഗത്തു നിന്നും കുട്ടിയുടെ വീഡിയോ ചോർന്നിട്ടില്ലെന്ന് ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ. അസാധാരണ പ്രതികരണം കുട്ടിയിൽ നിന്നുണ്ടായപ്പോഴാണ് വീഡിയോ എടുത്തത്. സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞതായും പ്രശ്നങ്ങൾ ഒത്തുതീർന്നെന്നും പ്രിൻസിപ്പൽ. സമസ്തയെ നിസ്സാരമാക്കാനും പരിഹസിക്കാനും ദുർബലപ്പെടുത്താനും നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രവാചകൻ കാണിച്ചു തന്ന ശരീഅത്തിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സമസ്ത നിർവഹിക്കുന്നതെന്നും ജിഫ്രി തങ്ങൾ. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ ഉയർന്നുവരുന്നത് ആശങ്കാജനകമെന്നും കമ്മീഷൻ. 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ച യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ വച്ചായിരുന്നു സംഭവം. കൊപ്പം മാമയൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി 3 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. വിശദമായ വാർത്തകൾ നോക്കാം. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ. അസാധാരണമായ പ്രതികരണം കുട്ടിയിൽ നിന്നുണ്ടായപ്പോഴാണ് വീഡിയോ എടുത്തതെന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നും കുട്ടിയുടെ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിയത് കുട്ടിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവിന് അയച്ചു കൊടുക്കാനാണ്. ഇദ്ദേഹമടക്കം 2 പേർക്ക് മാത്രമാണ് വീഡിയോ അയച്ചു കൊടുത്തത്. സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഡിയോ ചോർന്നിട്ടില്ല. കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്തതായാണ് മനസ്സിലാക്കുന്നത്. സ്കൂളിലെ ആരുടെ പക്കൽ നിന്നും വീഡിയോ ചോർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അസാധാരണമായ ഒരു പ്രതികരണമാണ് കുട്ടിയിൽ നിന്നുണ്ടായത്. ഈ കുട്ടിയെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടി ഇവിടെ ചേർന്ന ദിവസം ഈ കുട്ടിയെ ഞാൻ ക്ലാസ് ടീച്ചറെ കൊണ്ട് ഏൽപ്പിച്ചത് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയെ ആ കുട്ടിയിൽ ചെറിയ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒരു കുട്ടി എന്ന നിലയ്ക്ക് അപ്പം ഞാൻ ക്ലാസ് ടീച്ചറെ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ കുട്ടിയുടെ നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പ്രകടനം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ എന്നോട് കുട്ടിക്കാർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന് ഇത് ഇങ്ങനെ എന്താ കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തു. ഞാൻ ആ വീഡിയോ എൻ്റെ SMC ചെയർമാനോടും PTA പ്രസിഡന്റിനോട് പറഞ്ഞു. ഇവർ രണ്ടാളും മാത്രമല്ല, PTA പ്രസിഡന്റിനെ കാണിച്ചിട്ട് SMC ചെയർമാനെ മാത്രം കാണിച്ചു. അപ്പോൾ SMC ചെയർമാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ വിദേശത്താണ്, അദ്ദേഹം SMC ചെയർമാൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പറയാം, ഈ വിവരങ്ങളൊക്കെ പറയാം, ഒരു തെളിവല്ല, അദ്ദേഹം കാണട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് SMC ചെയർമാനും കൊടുത്തത്. അതോടൊപ്പം തൃത്താല പോലീസ് സ്റ്റേഷൻ 2 സ്ഥലത്തേക്ക് മാത്രമാണ് ഈ വീഡിയോ സ്കൂളിൽ നിന്ന് പോയി. അത് കറക്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക്, വിദേശത്തുള്ള രക്ഷിതാവ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ബാക്കി എനിക്ക് ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അതാവുന്ന സ്കൂളിൽ നിന്നല്ല. ഇത് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം കുട്ടിയെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞതായും തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രശ്നങ്ങൾ ഒത്തുതീർന്നതായും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും 2 ദിവസം ഈ മറ്റു കുട്ടികളുടെ കുറിച്ചോട്ടം അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൽക്കാലം അവൻ വീട്ടിലിരിക്കുക. നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അവനും വിഷമം ഉണ്ടാവും, ഇത് പ്രചരിച്ചതിൻ്റെയൊക്കെ വിഷമം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിൽക്കും നമ്മൾ കുട്ടിയെ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദമായ സംഭവം നടന്നത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്നുള്ള കർശന നിർദ്ദേശം ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിച്ചതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഈ വിദ്യാർത്ഥിക്ക് ബാലാവകാശ കമ്മീഷൻ കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6-ന് സ്കൂളിൽ സന്ദർശനം നടത്തുമെന്നും ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. വീഡിയോ പുറത്തുവന്ന സാഹചര്യം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമസ്തയെ നിസ്സാരമാക്കാനും പരിഹസിക്കാനും ദുർബലപ്പെടുത്താനും നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ.
സമസ്ത കേരള ജമയത്തുൽ മുഅല്ലമീൻ മണ്ണാർക്കാട് റേഞ്ചിന്റെ 65ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്തയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രവാചകൻ കാണിച്ചു തന്ന ശരീഅത്തിനെ അതേ അർത്ഥത്തിൽ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായി രംഗത്ത് വരും. മനുഷ്യർ തമ്മിലും സഹജീവികൾ തമ്മിലും സ്നേഹവും സൗഹാർദ്ദവും കരുണയും കാണിക്കാനാണ് സമസ്ത പഠിപ്പിക്കുന്നതെന്നും തങ്ങൾ പറഞ്ഞു. ഇവിടെ യഥാർത്ഥ പണ്ഡിതന്മാരെ ഇല്ലാതെ പണ്ഡിതന്മാരാണെന്ന് ധരിക്കപ്പെടുന്ന ചിലരിൽ അവര് മതവിധികൾ പറയാൻ തുടങ്ങും. അതാണ് വാസ്തവത്തിൽ വൈകിയത് അറിവില്ലാത്തവർക്ക് പത്ത് കൊടുക്കാൻ ആത്മീയങ്ങളാണെന്ന് ജനങ്ങൾ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് പ്രത്യക്ഷപ്പെട്ട ആളുകൾ അങ്ങനത്തെ ആളുകൾ മതവിധികൾ പറയാൻ. അപ്പൊ അങ്ങനത്തെ കാലഘട്ടമാണ് ഇന്നും അങ്ങോട്ടുണ്ടാവുന്നത്. അപ്പൊ സംശയമുള്ള ജമീയത്തിൽ ഇന്നർക്ക് വിശുദ്ധമായ ദീനില് ഏതെങ്കിലും തരത്തിലുള്ള കടത്തിക്കൂടലുകളോ അല്ലെങ്കിൽ ദീനിന്റെ അഭിപ്രായമായതുകൊണ്ട് ആരെങ്കിലും ആവശ്യമില്ലാത്ത പ്രചരിപ്പിക്കപ്പെടുമ്പോഴൊക്കെ അതിനെതിരെ ഇന്നേ വരെ ശബ്ദമുയർത്തുകയും അതിനെ എതിർക്കുകയും അതിന്റെ പൊള്ളത്തരങ്ങളൊക്കെ തുറന്നു കാണിക്കുകയും ചെയ്ത ചരിത്രമാണ് സമസ്തകൾ ജമീയത്തുള്ളത്. അങ്ങനെ ഈ സംഘടനയ്ക്ക് ഇവിടെ 100 വർഷമെടുക്കുകയാണ്. ആ 100ാം വാർഷികം അടുത്ത 26 വർഷം 26 അതായത് 26ാം വർഷം. SK ജം മണ്ണാർക്കാട് റേഞ്ച് പ്രസിഡന്റ് മുജീബ് ഫൈസി അരിയൂർ അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സെയ്ദ് ഹാരിസ് അലി ഷാബ് തങ്ങൾ, സെക്രട്ടറി അബൂബക്കർ ദാരിമി, കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, CP ബാപ്പു മുസ്ലിയാർ, PK ഇമ്പിച്ചിക്കോയ തങ്ങൾ, സൈനുൽ ആബിദ് മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി നിർദ്ദേശിച്ചു. വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാതല അദാലത്തിൽ പരാതികൾ കേൾക്കുകയായിരുന്നു അധ്യക്ഷ. അടുത്ത കാലത്ത് കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ ഉയർന്നുവരുന്നത് ആശങ്കാജനകമാണെന്നും വനിതാ കമ്മീഷൻ പറഞ്ഞു. വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാതല അദാലത്തിൽ 44 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 10 പരാതികൾ തീർപ്പാക്കിയതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി അറിയിച്ചു. 4 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. ഗാർഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെട്ടത്. ഭാര്യ ഭർത്തൃബന്ധത്തിലെ പ്രശ്നങ്ങൾ, മദ്യപാനം മൂലം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പ്രധാനമായും പരാതിപ്പെട്ടത്. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വീടിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ വളരാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. അടുത്ത കാലത്തായി കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന കേസുകൾ ആശങ്കയുളവാക്കുന്നതാണ്. നല്ല വിദ്യാഭ്യാസം നൽകി സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓർമ്മിപ്പിച്ചു. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 12 വർഷമായി ജോലി ചെയ്തിരുന്ന അധ്യാപികയ്ക്ക് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ എത്രയും പെട്ടെന്ന് പരിചയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സ്ഥാപന ഉടമയ്ക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭൂരിഭാഗം ജോലിക്കാരും സ്ത്രീകളാണ്. കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ലാത്തതുകൊണ്ട് ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ പരാതി പരിഹാര സംവിധാനം പോലുമില്ല. ഏത് സ്ഥാപനത്തിലും ആത്മാഭിമാനത്തോടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങണമെന്ന് സതീദേവി പറഞ്ഞു. 10ൽ കൂടുതൽ ജീവനക്കാരുള്ള ഓഫീസിൽ പോഷാക്ട് പ്രകാരം ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി ഉണ്ടായിരിക്കണം. ജോലിസ്ഥലങ്ങൾ സ്ത്രീ സൗഹൃദ ഇടങ്ങളായി മാറണം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തന സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളായ VR മഹിളാമണി, അഭിഭാഷകരായ ഇന്ദിര രവീന്ദ്രൻ, P കുഞ്ഞായിഷ, സുഹൃതകുമാരി, ഷീന, ഡയറക്ടർ ഷാജി സുഗുണൻ, കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പട്ടാമ്പി പെരുമുടിയൂർ കുറുപ്പന്മാരിൽ വീട്ടിൽ അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനൂപിനൊപ്പമുണ്ടായിരുന്ന ആളെ പിടികൂടാനുണ്ട്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ ബൈപ്പാസ് റോഡിൽ വെച്ചാണ് 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് ബുള്ളറ്റിൽ വന്ന പ്രതികൾ കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ച ശേഷം വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റാഗ്രാം ID വാങ്ങി
പിന്നീട് ഇൻസ്റ്റാഗ്രാമിലൂടെയും മയക്കുമരുന്ന് വേണോ എന്ന് ചോദിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ അച്ഛൻ പരാതി നൽകുകയും പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തുകയും പോക്സോ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ഒന്നാം പ്രതിയായ പെരുമുടിയൂർ സ്വദേശി അനൂപിനെ ഇൻസ്പെക്ടർ പി.കെ. പത്മരാജൻ, എസ്.ഐ. മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അനൂപിനൊപ്പം ഉണ്ടായിരുന്ന ആൾ കൂടിയും അറസ്റ്റിലാവാനുണ്ടെന്നും പ്രതിക്കെതിരെ നിരവധി കേസുകൾ ഉള്ളതായും പ്രതിയുടെ മുൻ കേസുകളിലെ ജാമ്യം റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. കരിമ്പുഴ തോട്ടരയിൽ നിന്നും 9.63 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. കടമ്പഴിപ്പുറം ചെറിയച്ചൻ വീട്ടിൽ മുർഷിദാണ് അറസ്റ്റിലായത്. കോങ്ങാട് SI വിവേക് പി, ശ്രീകൃഷ്ണപുരം SI മുരളീധരൻ, SCPO പ്രമോദ്, CPO സുമേഷ്, പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പട്രോളിംഗിനിടെ പ്രതിയെ പിടികൂടിയത്. തോട്ടര മരമില്ലിന് സമീപത്തു നിന്നും ചൊവ്വാഴ്ച രാത്രി 11:45 പ്രതിയെ പിടികൂടിയത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ആമയൂർ സ്വദേശി ജംഷീർ, മലപ്പുറം സ്വദേശികളായ ഷിനു കുമാർ, ദിവ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജംഷീർ പെരിന്തൽമണ്ണയിലെയും മറ്റ് 2 പേർ പട്ടാമ്പിയിലെയും ആശുപത്രികളിൽ ചികിത്സയിലാണ്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. വല്ലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 2 കടകളും ഒരു ലോട്ടറി ഷോപ്പും പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വല്ലപ്പുഴ യാറം ഭാഗത്താണ് നിയന്ത്രണം വിട്ട കാർ കടകളിലേക്ക് പാഞ്ഞു കയറിയത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടമുണ്ടായത്. 2 കടകളിലേക്കും ഒരു ലോട്ടറി ഷോപ്പിലേക്കുമാണ് കാർ ഇടിച്ചു കയറിയത്. സംഭവത്തിൽ ലോട്ടറി കടയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. പുലർച്ചെയായതിനാൽ ആളുകളാരും കടകളിൽ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. മംഗലാപുരത്തു നിന്നും തൃശ്ശൂരിലേക്ക് വിവാഹ ആവശ്യത്തിന് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. ഒറ്റപ്പാലം സുന്ദരയ്യർ റോഡിൽ വയോധികയുടെ കഴുത്തിൽ നിന്നും മാല പിടിച്ചുപറിച്ചു. മാല റോൾഡ് ഗോൾഡ് ആണെന്ന് തിരിച്ചറിയാതെയായിരുന്നു പിടിച്ചുപറി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ ബൈക്കിലെത്തിയ 2 പേരാണ് മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടത്. കണ്ണിയമ്പുറം സ്വദേശിനിക്ക് നേരെയായിരുന്നു അതിക്രമം. ഇവർക്ക് സമീപം ബൈക്ക് നിർത്തിയ ശേഷം പിന്നിലിരുന്ന ആളാണ് മാല പൊട്ടിച്ച് ഇതേ ബൈക്കിൽ രക്ഷപ്പെട്ടത്. വീട്ടമ്മ നിലവിളിച്ചു പിന്നാലെ ഓടിയെങ്കിലും ഫലമുണ്ടായില്ല. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ശ്രീകൃഷ്ണപുരത്ത് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കള്ളൻ പിടിയിൽ. ഇയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശ്രീകൃഷ്ണപുരം പെരുമ്പാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയാണ് അറസ്റ്റിലായത്. കൈലിയാട് ചളവറ ചീരാൻകുഴി വീട്ടിൽ 52-കാരനായ മണികണ്ഠനാണ് അറസ്റ്റിലായത്. വീട്ടിൽ നിന്നാണ് പ്രതിയെ ശ്രീകൃഷ്ണപുരം പോലീസ് പിടികൂടിയത്. പെരുമ്പാങ്ങോട് ക്ഷേത്രത്തിന് മുൻവശത്തെ ആൽമരത്തിന് സമീപം വെച്ചിരുന്ന ഭണ്ഡാരമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇയാൾ കുത്തിത്തുറന്നത്. 5000-ഓളം രൂപ നഷ്ടപ്പെട്ടിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ എത്തിയവരാണ് മോഷണം നടന്നത് കണ്ടത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തൊട്ടടുത്തുള്ള വടകനാകുറിശി ക്ഷേത്രത്തിന് സമീപം കിഴക്കേവാര്യത്തുള്ള കുടുംബക്ഷേത്രത്തിൻ്റെ മുമ്പിലെ ഭണ്ഡാരവും കുത്തിത്തുറന്നിരുന്നു. പരിസരത്തെ വീടുകളിലെ ഗേറ്റ് തുറന്നിടുകയും പൂട്ടുകൾ തകർക്കുകയും ചെയ്തിരുന്നു. മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. സമാനമായ 30ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കാപ്പ കേസിൽ വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി 1 മാസം മുമ്പാണ് പുറത്തിറങ്ങിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 6 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. സാങ്കേതിക അനുമതിയും പ്രവൃത്തികളുടെ ടെൻഡർ നടപടിയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. 2024-2025 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 1000 കോടി രൂപ നീക്കിവച്ചിരുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ മുഹമ്മദ് മുഹസിൻ MLA നിർദ്ദേശിച്ച 30 റോഡുകളിൽ 21 റോഡുകൾക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ പുനർനിർമ്മാണം ഏതാണ്ട് 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി റോഡുകളുടെ പുനർനിർമ്മാണത്തിന് മതിയായ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈനുകൾ കടന്നുപോയതിനാൽ ഗ്രാമീണ റോഡുകൾ തകർന്നത് വളരെയേറെ യാത്രാക്ലേശം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിലെ 21 റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 6 കോടിയുടെ ഭരണാനുമതി ലഭിച്ചത്. സാങ്കേതിക അനുമതിയും പ്രവൃത്തികളുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിവിധ റോഡുകൾക്കായി 6 കോടി 5 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. മണ്ഡലത്തിലെ 22 റോഡുകൾക്കാണ് ഫണ്ട് അനുവദിച്ചത്. 2024-25 സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുകയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ 22 റോഡുകൾക്കാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലെ 3 റോഡുകളും ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലെ 3 വീതം റോഡുകളും അമ്പലപ്പാറ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ 2 വീതം റോഡുകൾക്കുമായാണ് 6 കോടി 5 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. വെള്ളിനേഴി പഞ്ചായത്തിലെ ഞാളാകുറിശ്ശിയിൽ കൃഷിഭവൻ നൽകിയ പച്ചക്കറി തൈകൾ നശിപ്പിച്ചു എന്ന CPI നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന പഞ്ചായത്ത് ഭരണസമിതി. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഇത്. പഞ്ചായത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നത് അനുവദിക്കാനാകില്ല. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അനിൽകുമാർ, മെമ്പർ KC ശങ്കരൻ എന്നിവർ അറിയിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വാർഡുകളിലും പച്ചക്കറി തൈ വിതരണം നടത്തിയത്. 12ാം വാർഡ് ഞാളാംകുറിശ്ശി ഭാഗത്ത് 2 ഭാഗങ്ങളിലായിട്ടാണ് ജനങ്ങളുടെ ആവശ്യപ്രകാരം 2 ഭാഗങ്ങളിലായിട്ടാണ് തൈ വിതരണം നടത്തിയത്. ഞാളാംകുറിശ്ശി പാൽ സൊസൈറ്റിയിൽ വെച്ച തൈ ഉണങ്ങിപ്പോയി എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എല്ലാ വാർഡുകളിലും 10,000-ഓളം തൈകളാണ് നമ്മൾ വിതരണം നടത്തിയത്. എല്ലാ തൈകളും നല്ല രീതിയിൽ കൃഷിക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും കുടുംബശ്രീയും ഒക്കെ കൊണ്ടുപോയി നല്ല രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തി വന്നത്. പക്ഷെ ഞാളാംകുറിശ്ശി ഇങ്ങനെയൊരു അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവന, ഒരാരോപണം വന്നിട്ടുള്ളത് തികച്ചും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രേരിതമാണ് അത്. അവരങ്ങനെയാണല്ലോ CPI, അവരങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പൂർത്തീകരിച്ചു എല്ലാ വാർഡുകളിലും നമ്മളത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എവിടെയും ഇങ്ങനെയൊരു ആരോപണം വന്നിട്ടില്ല. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലായി ഒരു വാർഡിലേക്ക് 10,000 തൈ എന്ന നിലയ്ക്കാണ് വിതരണം ചെയ്തത്. 7 തരം തൈകളാണ് പച്ചക്കറി തൈകൾ ഉണ്ടായിരുന്നത്. ചെർപ്പളശ്ശേരി പാലക്കാട് മെയിൻ റോഡിൻ്റെ ഒരു സാങ്കേതികത്വം കണക്കിലെടുത്തും ജനങ്ങളുടെ സൗകര്യാർത്ഥവും 2 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഞാളാകുറിശ്ശി 12ാം വാർഡിൽ തൈ വിതരണം നടത്തിയിട്ടുള്ളത്. തൈ വിതരണം നടത്തി 18-ാം തീയതി 3 മണിക്കും 18-ാം തീയതി 3:30-നും 2 കേന്ദ്രങ്ങളിൽ, ഒരു കേന്ദ്രം ഞാളാകുറിശ്ശി പാൽ സൊസൈറ്റിയിലും 2ാമത്തെ കേന്ദ്രമായിട്ടുള്ള അടക്കാപുത്തൂർ വായനശാലയിലും വെച്ചിട്ടാണ്. വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് 3 മണിക്ക് ഞാളാകുറിശ്ശി പാൽ സൊസൈറ്റിയിലെ തൈ വിതരണം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ 2ാമത്തെ വിതരണ കേന്ദ്രത്തിലായിട്ടുള്ള അടക്കാപുത്തൂർ പൊതുജന വായനശാലയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്നുണ്ടായിരുന്നു, എനിക്ക് തൈ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ഈ ഞാളാകുറിശ്ശി 12ാം വാർഡിൽ താമസമില്ലെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ട എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. അദ്ദേഹം അത് പോരാ, കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു.
പക്ഷെ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. കൊടുത്ത് എല്ലാവർക്കും കൊടുത്തെത്തിയിട്ട് എന്തെങ്കിലും മിച്ചം വരികയാണെങ്കിൽ ഞങ്ങളത് അതും പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. ഇതിനെ സഹായിച്ചുകൊണ്ടിരുന്നത് നാളാകുറിശ്ശിയിലുള്ള പാടശേഖര സമിതിയിലുള്ള ആളുകളും അതേപോലെ വെള്ളിനേരി ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പിലെ ആളുകളുമാണ്. അവരവിടെ ചെയ്തിരുന്നു. ഇപ്പുറത്തും അതേപോലെ രണ്ടാളെ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുഗമമായ രീതിയിലാണ് ഈ വിതരണം നടത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് ചാനലിൽ കാണിച്ച തൈകളെല്ലാം ആ തൈകളെല്ലാം അവർ തന്നെ ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവർ ചെയ്തിട്ടുള്ള അവിടെ തന്നിട്ടുള്ള വാർത്ത വളരെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശികയും ശമ്പള കുടിശ്ശികയും ഉടനെ വിതരണം ചെയ്യുക, 12ാം ശമ്പള കമ്മീഷൻ ഉടനെ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സൂചനാ പണിമുടക്ക് നടത്തി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും പൊതുയോഗവും ഉണ്ടായി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് സി വിനോദ്, പ്രമോദ്, ടി സി വിനോദ്, ഉദയൻ, സുലോചന എന്നിവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമാണെന്നും ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേടാണ് ജീവനക്കാർക്ക് വൻതോതിൽ സാമ്പത്തിക ബാധ്യത വരുത്താൻ കാരണമെന്നും സർക്കാർ 5.5 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരുടെ ആശങ്ക പരിഹരിക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് ഷാഫി ആവശ്യപ്പെട്ടു. 8.25 വർഷമായിട്ടും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടില്ല. കേരളത്തിൽ രാജ്യത്തെ നവലിബറൽ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസും BJPയുമാണ് കേരളത്തിന്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 8.25 വർഷം പൂർത്തിയായിട്ടും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. സെറ്റോയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും തുടർന്ന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പൊതുയോഗവും നടത്തി. KGOU സംസ്ഥാന കമ്മിറ്റി അംഗം K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതിന്റെ തെളിവാണ് ഭരണകക്ഷിയുടെ സർവീസ് സംഘടന സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും മണികണ്ഠൻ പറഞ്ഞു. ഇത് രാഷ്ട്രീയ പ്രേരിത പണിമുടക്കമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഭരണകക്ഷിയിൽപ്പെട്ട ജോയിന്റ് കൗൺസിൽ തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു രാഷ്ട്രീയ പ്രേരിത പണിമുടക്കമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയ ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിക്കില്ലേ? നിങ്ങളൊന്ന് നോക്കൂ. ഇതൊരു രാഷ്ട്രീയ പ്രേരിത പണിമുടക്കമാണെങ്കിൽ അവിടെ പാലക്കാട് എലപ്പുള്ളിയിൽ വലിയ കൈക്കൂലി വാങ്ങി ബ്രൂവറി ഡിസ്റ്റിലറി അനുവദിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കില്ലേ? ഇത് ഒരു രാഷ്ട്രീയ പ്രേരിത പണിമുടക്കമാണെങ്കിൽ എന്തെല്ലാം അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ പണിമുടക്കും. ഇതല്ല, ഇത് ഞങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു പണിമുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. ചെയർമാൻ ഉസ്മാൻ കരിമ്പനക്കൽ അധ്യക്ഷത വഹിച്ചു. UK ബഷീർ, P നഷീദ്, G രാജലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ വോയിസ് ഓഫ് മണ്ണാർക്കാട് സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. വോയിസിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ വീൽചെയർ, എയർ, വാട്ടർ ബെഡ്, കട്ടിൽ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക്, ബാത്റൂം ചെയർ, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി നിരവധി മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യ ഉപയോഗത്തിന് നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. 24-ന് വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ N ഷംസുദ്ദീൻ MLA വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ 10ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ, വോയിസ് ഓഫ് രക്ഷാധികാരികളായ ഡോക്ടർ K കമ്മാപ്പ, M പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുക്കും. മണ്ണാർക്കാടിന്റെ പ്രവർത്തന മേഖലയിൽ വോയിസ് ഓഫ് മണ്ണാർക്കാട് എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ 10 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ കൂട്ടായ്മയുടെ 10ാം വാർഷിക ആഘോഷവും അതുപോലെ സ്നേഹസ്പർശം എന്ന പേരിൽ കിടപ്പ് രോഗികൾക്കുള്ള സാധനങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവും ഈ വരുന്ന 24/5/2025 വെള്ളിയാഴ്ച 6 മണിക്ക് മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ഷംസുദ്ദീൻ അവർകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും.
നമ്മുടെ ശ്രീ കമ്പപ്പ ഡോക്ടറും നമ്മുടെ രക്ഷാധികാരിയായ ശ്രീ പുരുഷോത്തമൻ സാറും ഈ പരിപാടിയിൽ ഞങ്ങളുടെ രക്ഷാധികാരികളാണ്. അവരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാരംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. കലാകായിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയവരെ ആദരിക്കും. ചെയർമാൻ രമേശ് പൂർണിമ, ഗഫൂർ പൊതുവത്ത്, KV റഹ്മാൻ, ശ്രീവത്സൻ, അബു മണ്ണാർക്കാട്, നസീർ തെങ്കര, സുബൈർ സോണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാൻ ആവശ്യമുള്ളവർക്ക് 9249 98 94 18 96 56 22 26 49 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ബഹുസ്വര സമൂഹത്തിൽ സ്വന്തം വിശ്വാസങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിച്ച് നിലകൊള്ളാൻ സാധിക്കുമെന്നതിന് ചരിത്രം സാക്ഷിയാണെന്ന് സന്ദീപ് ജി വാര്യർ പറഞ്ഞു. ആനമങ്ങാട് എടത്തറ മഹല്ല് ദർസ് സ്വലാത്ത് വാർഷിക സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സൗഹൃദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ് ജി വാര്യർ. അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിങ്ങൾക്കെതിരെ മനഃപൂർവ്വം ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുകയാണെന്ന് സന്ദീപ് ജി വാര്യർ അഭിപ്രായപ്പെട്ടു. ബഹുസ്വര സമൂഹത്തിൽ സ്വന്തം വിശ്വാസങ്ങൾക്കൊപ്പം എല്ലാവരെയും ഉൾക്കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുമെന്നതിന് ചരിത്രം സാക്ഷിയാണെന്ന് സന്ദീപ് ജി വാര്യർ പറഞ്ഞു. ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം സൗഹൃദ സദസ്സുകൾ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഇസ്ലാമോഫോബിയയെ എതിർക്കുക, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നത് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം മക്കയിലും മദീനയിലും ജീവിച്ചത് ബഹുസ്വര സമൂഹത്തിലായിരുന്നു. പ്രവാചക മാതൃകയുണ്ട് അക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് സ്വന്തം വിശ്വാസങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് നിൽക്കാനും മുന്നോട്ട് പോകാനും സാധിക്കും. ദേശാഭിമാന പ്രേരിതമായിട്ടുള്ള ദേശാഭിമാനപരമായിട്ടുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാരായിട്ട് ജീവിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ചരിത്രമാണ് സാക്ഷി. അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടു അകലാത്ത ചിന്തയും. അവിടെ ഒരു പീഡ ഉറുമ്പിനും വരാതിരിക്കുന്ന വിധമുള്ള അനുകമ്പയാണ് പ്രധാനം. അനുകമ്പയാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പ്രവാചകരെ മതം എന്ന് ചോദിക്കുന്നുണ്ട്. മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താ നബിയെ മതം? പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ഉത്കൃഷ്ടമായ സ്വഭാവമാണ് മതം. നമ്മൾ ഇന്ന് ഈ വേഷങ്ങളൊക്കെ കൊട്ടിയാടുമ്പോ ആ വേഷങ്ങളിലല്ല മതം, ആ വേഷങ്ങളിലല്ല മതം. അതുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിൽ നാരായണ ഗുരു ഇങ്ങനെയും കൂടി പറഞ്ഞു, ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപട യതിക്കു കരസ്ഥമാകുവീലെന്ന ഉപനിഷദുക്തി രഹസ്യമൂർത്തിയിടണം എന്നാണ്. ഞാൻ അതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല. ത്രിപുടി എന്ന് പറയുന്നതിന് അറിയുന്നവൻ, അറിവ്, അറിയപ്പെടേണ്ടത് എന്നൊക്കെ ഒരുപാട് വലിയ അദ്വൈത സംബന്ധിയായിട്ടുള്ള വലിയ അർത്ഥാന്തരങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ വലിയ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രകാശോദയം ഉണ്ടാകാൻ ഒരു കള്ള സന്യാസിക്ക് കഴിയില്ല എന്ന് പറയുന്ന ധൈര്യസമേതമുള്ള പ്രഖ്യാപനം ശ്രീനാരായണ ഗുരു ചെയ്യുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ ചോദ്യം, എന്താണ് മതം? അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതം നിനക്ക് ഉത്കൃഷ്ടമായ സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് മതം. ലിയാവുദ്ദീൻ ഫൈസി സൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരിൽ ധർമ്മവും മൂല്യബോധവുമാണ് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നതെന്ന് ലിയാവുദ്ദീൻ ഫൈസി പറഞ്ഞു. മതങ്ങളുടെ ഭൂമിയാണ് ഈ ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും അറബ് രാജ്യങ്ങളടക്കമുള്ള പ്രദേശങ്ങളൊക്കെ മതങ്ങളുടെ ഭൂമിയാണ്. എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് മനുഷ്യനിൽ ധർമ്മവും മനുഷ്യനിൽ മൂല്യബോധവും ഉണ്ടാക്കലാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഒരാൾ ജനിച്ചു വീഴുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. പക്ഷേ ഈ മനുഷ്യന് വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത അവന്റെ ചിന്താശേഷിയാണ്. മഹൽ ഖത്തീബ് SM പൂക്കോയ തങ്ങൾ നിസാമി പ്രാർത്ഥന നിർവഹിച്ചു. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് KM ഉബൈദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി
TK റൌഫ്, സി ബാലസുബ്രഹ്മണ്യൻ, N പീതാംബരൻ, പ്രതീഷ് E ജൂനിയർ, OK മൗലവി, KP ഷൗക്കത്ത് അലി, കണ്ടപ്പാടി ഹനീഫ, P ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. നിരാലംബരായ 3 പെൺകുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് സുമനസ്സുകളുടെ കാരുണ്യത്താൽ വീടൊരുങ്ങുന്നു. ചെർപ്പശ്ശേരി കരുമാനാംകുറിശ്ശിയിലാണ് കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ കരസ്പർശം. വീടിന്റെ തറക്കല്ലിടൽ VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ചെറുപ്പശ്ശേരി നഗരസഭയിലെ 9-ാം വാർഡ് കരുമാനാംകുറിശ്ശിയിലെ വെള്ളാരംപാറയിലാണ് 3 പെൺകുരുന്നുകൾക്ക് നാട്ടുകാരുടെ സഹായത്താൽ സ്വപ്നഭവനം ഒരുങ്ങുന്നത്. അമ്മയെ നഷ്ടപ്പെട്ട ഈ 3 പെൺകുട്ടികൾക്ക് അച്ഛൻ മാത്രമാണ് ആശ്രയം. തന്റെ 3 മക്കൾക്ക് സുരക്ഷിതമായി തലചായ്ക്കാൻ സ്വന്തമായി ഒരു വീടില്ലാത്ത വിഷമം അച്ഛനെ ഏറെക്കാലമായി അലട്ടുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് ഈ കുരുന്നുകൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുക എന്ന ഉദ്യമവുമായി മുന്നോട്ട് വന്നത്. വീട് നിർമ്മിച്ചു നൽകാൻ പല സന്നദ്ധ സംഘടനകളും തയ്യാറാണെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. തുടർന്ന് നാട്ടുകാർ 2 തവണയായി പായസ ചലഞ്ച് സംഘടിപ്പിച്ചാണ് 2,80,000 രൂപ ചെലവിൽ 4 സെന്റ് സ്ഥലം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. സ്ഥലം കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് സഹായിക്കുന്നത് പോലെ തന്നെ എല്ലാവരും, ഞാൻ പറഞ്ഞ ഇത്രയും ഒരു തുക ഗ്രാമീണ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വാർഡിന്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിശയമാണ്. കാരണം ഇപ്പോൾ അവരവരുടെ കാര്യം നോക്കുന്ന ഒരു കാലമാണ്. ഈ നാടിന്റെ നന്മ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഈ കൂട്ടായ്മയാണ്. ഇത്രയും തുക സമാഹരിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും അതിന് ഇവിടെ ഒരുപാട് പേര് സഹായം ചെയ്തതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാറ്. നാട്ടുകാരുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ കുരുന്നുകൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കാൻ സാധ്യമാകുന്നതെന്നും വരുന്ന വിഷുദിനത്തോടുകൂടി വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും ഭവന നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തുടക്കത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെ ആയിരുന്നു. ഒരു സ്ഥലം വാങ്ങാൻ ഈ ചെറിയൊരു കരുമാനാംകുറിശ്ശി പോലെ ഒരു പ്രദേശത്ത് 2,80,000 റുപ്യാണ് സ്ഥലത്തിന് വരും. അത് കഴിയുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറം ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഇവിടെ തന്നെ മറ്റൊരു കുട്ടിക്ക് 50 ലക്ഷം രൂപയുടെ ഒരു ഇതേ വാർഡിൽ തന്നെ വേണ്ടി വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ പരിപാടികളൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ പുറകെ പോയത് ഞങ്ങളൊക്കെ തന്നെയാണ്. അത് വിജയിച്ചപ്പോഴാണ് രണ്ടാമത് ഞങ്ങൾ ഇതിനിറങ്ങുന്നത്. പായസ ചലഞ്ച് ആദ്യം ഞങ്ങൾക്ക് വളരെ ആശങ്കയിലാണ്. ഞാൻ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആശങ്കയിലായിരുന്നു. പിന്നെ 2 കൽപ്പിച്ച് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചെന്ന വീട്ടിലൊക്കെ നല്ല പ്രതികരണമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 1,250 പായസത്തിലാണ് ആദ്യം തന്നെ നമ്മൾ 500-750 തുടങ്ങി 1,250 ഓർഡർ 1-ാം ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്കായി. ഞങ്ങൾക്ക് 1-ാം ഘട്ടത്തിൽ 1,250 ആൾക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ വീണ്ടും ഒരെണ്ണം കൂടി നടത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് 1,500 ലിറ്റർ ഇത് കേൾക്കുന്നത്. 1,500 ലിറ്റർ പായസമാണ് ഞങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാക്കി വിതരണം ചെയ്തത്. 1 രൂപ പോലും ഇത് വിതരണം ചെയ്യുന്നതിനും പാചകക്കാർക്ക് കൊടുത്ത പൈസ ഒഴികെ ബാക്കി ഒന്നിനും 1 രൂപയുടെ പൈസ ഞങ്ങൾക്ക് ഇറക്കേണ്ടി വന്നില്ല. എല്ലാം ഈ പ്രദേശത്തുള്ള സ്ത്രീകളടക്കം 100-200ഓളം ലിറ്റർ പായസം ഓർഡർ എടുത്ത് കൊടുത്ത് ഇപ്പോഴത്തെ സ്ത്രീകളാണ്, ഈ കോളനിയിലെ സ്ത്രീകളാണ്. എന്താ വെച്ചാൽ അവർ കുട്ടികളെ അവർ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ്. അതിൽ സ്ത്രീകളൊക്കെ ഫീൽഡിൽ പോയി ഓർഡർ എടുക്കാനും പായസം കൊടുക്കാനും നിങ്ങൾ അടുത്തെവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ആ സ്ത്രീകളാണ് ഏറ്റെടുത്ത്. സ്ത്രീകൾ മാത്രമല്ല മറ്റുള്ളവർക്കും ചെയ്യുക. സ്ത്രീകളെടുത്തത് എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാത് പ്രദേശങ്ങളിൽ പോയി 2-ാം ഘട്ടം ഞങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് 2-ാം ഘട്ടത്തിലൊക്കെ പോയത്. നല്ല പ്രതികരണമായിരുന്നു. എല്ലാവരും തന്നെ ചിരിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇത് ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൻ്റെ പുറമെ അവരൊക്കെ തന്നെ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി നിങ്ങൾ പണി തുടങ്ങുമ്പോൾ വീണ്ടും വരണം, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഈ കുട്ടികൾക്ക് സഹായിക്കാം. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു നിമിഷത്തിൽ വളരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളില്ലാതെ വളരെ ഒരു ഇതായി. എൻ്റെ കുട്ടികൾക്ക് ഒരു വീട് എന്നൊരു സ്വപ്നം വളരെ ഇങ്ങനെ ഒരു നിമിഷത്തിൽ എനിക്ക് വളരെ അതിൽ സന്തോഷമുണ്ട്. 3 മക്കളെ വളർത്തി വലുതായി മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ പ്രതിസന്ധിയായിട്ട് ജീവിതം 2 അറ്റം മുട്ടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വേളയിൽ ഇങ്ങനെ ഒരു സന്നദ്ധ രീതിയിൽ ഇവർ പ്രവർത്തിച്ച് ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഇതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ കുടുംബത്തിലും എൻ്റെ കുട്ടികളുടെ പേരിലും മരിച്ചുപോയ വൈഫിൻ്റെ പേരിലും ഞാൻ ഇതിൽ നന്ദി രേഖപ്പെടുത്തി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്നദ്ധ ഇവർ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു എന്നോട്. അപ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ നടത്താമെന്നുള്ള രീതിയിൽ ഇവരുമായിട്ട് തീരുമാനിച്ചു, മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ രീതിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു. അത് ഈ രീതി വരെ എത്തി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ഇടവേള കൂടി.
മറ്റു വാർത്തകൾ നോക്കാം. കരിമ്പുഴ എലമ്പലാശ്ശേരി കരുനാഗര AUP സ്കൂളിൽ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ജനുവരി 26-ന് ആചാര്യ സ്മൃതി നടത്തും. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളും ഒരുക്കുന്ന തൃത്തായമ്പകയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എലമ്പുലാശ്ശേരി കരുനാഗര AUP സ്കൂളിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 26-ന് ഉച്ചയ്ക്ക് 2-നാണ് ആചാര്യസ്മൃതി നടക്കുക. PM നാരായണൻ ആചാര്യസ്മൃതി പ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ തുടങ്ങിയവർ പങ്കെടുക്കും. 70 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ സ്നേഹസായാഹ്നത്തിൽ ആദരിക്കും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E. രാജൻ സ്നേഹഭാഷണം നടത്തും. വൈകിട്ട് 6-ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ അവതരിപ്പിക്കുന്ന തൃത്തായമ്പക ഉണ്ടാകും. KTDC ചെയർമാൻ PK ശശി ആദരഭാഷണം നടത്തും. ഇതിനോടകം വ്യത്യസ്തമായ പല പരിപാടികളും സംഘടിപ്പിച്ചതായി മാനേജർ ഹരിഗോവിന്ദൻ പറഞ്ഞു. 75ാം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ പണി നടന്നുവരികയാണെന്ന് PM നാരായണൻ പറഞ്ഞു. പ്രധാനാധ്യാപകൻ K. രാമദാസൻ, KP സോമസുന്ദരൻ, KP നന്ദകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാഷാ സെമിനാർ, വിവിധ തൊഴിലാളി മേഖലകളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ തുടങ്ങിയവയും 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയവരെ ആദരിക്കുന്ന സ്നേഹസായാഹ്നം എന്ന് പറഞ്ഞ പരിപാടിയും കൂടിയുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വളരെ വ്യത്യസ്തമായ ഈ വാദ്യവിസ്മയം എന്ന് പറയുന്ന മട്ടന്നൂരിൻ്റെയും മക്കളുടെയും തൃത്തായമ്പക നടത്തുന്നത്. ആ തായമ്പക നടത്തുമ്പോൾ മട്ടന്നൂരിനെ പോലുള്ള വലിയ മനുഷ്യനെ നമുക്ക് ആദരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മക്കൾക്കും വേണ്ടി ഒരു ആദരായന സമ്മേളനം കൂടി നടത്തുക. അത് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് നമുക്കറിയാം, നമ്മുടെ KTDC ചെയർമാൻ, ഞങ്ങളുടെ പഞ്ചായത്തുകാരൻ കൂടിയായ ഷൊർണൂരിന് മുൻ MLA ശ്രീ PK ശശിയാണ് ഞങ്ങൾ വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം വരാമെന്ന് ഏറ്റുകയും നമ്മുടെ മണ്ണാർക്കാട് പൂരത്തിലൊക്കെ അവിടെ സജീവമായി വന്നിരുന്ന ഇതുപോലെ ഒരുപാട് അവാർഡുകൾ കൊടുത്തപ്പോഴൊക്കെ തന്നെ നല്ല സംഭാഷണം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട PK ശശി ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ശബരി ട്രസ്റ്റ് നമുക്കറിയാം, ഒരുപാട് ശബരി സ്കൂളുകളുണ്ട്. ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ M. ശശികുമാർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരത്തെ ഈ ആദ്യ വിസ്മയത്തോടുകൂടി തൃത്തായമ്പയോടുകൂടി ഈ 26-ാം തീയതി പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളെ പലതരത്തിൽ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായാലും ഒരു കാര്യമാണ് ഇപ്പോൾ 75 വയസ്സോ 70-75 വയസ്സിനും പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കാം. മറ്റൊന്ന് ഉടനെ മിക്കവാറും അടുത്ത മാസമോ ഫെബ്രുവരിയിലോ മാർച്ചിലോ നടത്തുന്നത് വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടി. അപ്പോൾ ഞങ്ങളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 80-85 തൊഴിൽ മേഖലയിൽ നമുക്ക് തന്നെ പരിചയമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരേ ആദരിക്കൽ, പിന്നെ ഒരു ഭാഷാ സെമിനാർ, ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നമ്മളിതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ അടുത്ത സെപ്റ്റംബർ 13 വരെ എല്ലാ മാസവും 1-2 അതിലധികമോ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവയിൽ ഈ വീട് നിർമ്മാണത്തിന് മാറ്റി നിർത്തിയാൽ ഏറ്റവും വൈകാരിക പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ജനുവരി 26-ന് നമ്മൾ ചെയ്യുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. അത് എന്ത് ചെയ്യാൻ കഴിയും, അത്തരത്തിലുള്ള ആളുകളെ പ്രൈവറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഭരണസമിതിയുടെ ആലോചന ഉണ്ടായപ്പോൾ അതിലെടുത്ത തീരുമാനമാണ് നമുക്ക് കഴിയാവുന്ന ആളുകൾക്കൊക്കെ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മാസത്തിലെ ഒരു തവണയെങ്കിലും ഡയാലിസിസിനുള്ള കിറ്റ് നൽകണമെന്ന് നമ്മൾ നിശ്ചയിച്ചത്. അങ്ങനെയാണ്. അതിന് പ്രകാരമാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു വർഷം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അത് സർക്കാർ ഉണ്ടായ അവരുടെ ഓർഡറിലുണ്ടായ ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ്. അത് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു, കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, പിന്നെ ആശുപത്രി ചികിത്സ ചെയ്യുന്ന ആശുപത്രിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് ലാസ്റ്റ് ഒടുവിൽ വീണ്ടും കിറ്റായി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു വർഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 7 പേരാണ് നമുക്കിവിടെ ഡയാലിസിസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളുള്ളത്. അവർക്കാണ് നമ്മൾ ഇന്നിവിടെ കിറ്റ് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ ചെലവഴിച്ച് മാർച്ച് വരെ മൊത്തം 17, ഇവിടെ 7 പേര്, ബാക്കി സെക്കൻഡ് വില്ലേജിലാണ്.
അപ്പോൾ അവർക്കാണ് ഇപ്പോൾ നമ്മളിതിവിടെ കൊടുക്കാൻ ഇന്നിവിടെ കൊടുക്കുന്നത്. കോട്ടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനസ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ പദ്ധതി വിശദീകരണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ പാട്ടത്തോടി, ഷീജ ടി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീറ സലീം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളായ കെ ടി രാമചന്ദ്രൻ, പി സി കുഞ്ഞിരാമൻ, കെ അബ്ദുറഹ്മാൻ, കെ സുബ്രഹ്മണ്യൻ, ടി പി സുധീർ, പാലിറ്റീവ് നഴ്സ് ജയനി കെ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കെ എന്നിവർ സംസാരിച്ചു. LIC മണ്ണാർക്കാട് ബ്രാഞ്ചിന് മുന്നിൽ ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതീകാത്മക മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. LICAOI സംസ്ഥാന കമ്മിറ്റി അംഗം KN രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് സംരക്ഷണ ചങ്ങലയിൽ ജീവനക്കാരും ഏജന്റുമാരും പെൻഷൻകാരും പോളിസി ഉടമകളും ഇതര സംഘടനാ പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് ഇൻഷുറൻസ് സംരക്ഷണ പ്രതിജ്ഞ എടുത്തു. അന്നേ ദിവസം പരമാവധി ജനങ്ങളിൽ നിന്നും ഇൻഷുറൻസ് പോളിസികൾ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തി. തങ്കച്ചൻ സെബാസ്റ്റ്യൻ, ഉമാദേവി, ഷിബില, കെ വസന്ത മോഹനൻ, രാധാകൃഷ്ണൻ പട്ടത്ത്, N മധുസൂദനൻ, ടോജോ തോമസ്, ജമീല വഹാബ് എന്നിവർ നേതൃത്വം നൽകി. അൽബീർ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റ് ചുണ്ടമ്പറ്റ അൽബീർ ഇസ്ലാമിക് സ്കൂളിൽ വെച്ച് നടന്നു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സംരംഭമായ അൽബിർ സ്കൂളിന്റെ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റ് ആണ് ബുധനാഴ്ച ചുണ്ടമ്പറ്റ അൽബിർ സ്കൂളിൽ വെച്ച് നടന്നത്. രാവിലെ SYS പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഹസൻ സക്കാഫ് തങ്ങൾക്കൊപ്പം പതാക ഉയർത്തി. തുടർന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. രീതിയിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാക്കി അവരൊക്കെ കലാബോധമുള്ള കലകൾ കൊണ്ട് നമ്മുടെ ദീനിന് ഇസ്ലാമിന് ഏതെല്ലാം രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പാട്ടിലാണെങ്കിൽ ഒരുപക്ഷെ പാട്ടിലൂടെ ഉണ്ടാവും, അതെങ്കിൽ കഥയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതെങ്കിൽ രചനയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ പല എഴുത്തുണ്ട്, അങ്ങനെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ട് പ്രസംഗമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന പ്രോത്സാഹനം നൽകണം. കരിക്കുലത്തിൽപ്പെട്ട സബ്ജക്റ്റ് മാത്രമല്ലല്ലോ, കരിക്കുലത്തിലെ ബുക്കുകളിൽ മാത്രമല്ല പഠിക്കുന്നത്. ബുക്കിൽ നിന്ന് പഠിക്കുന്നത് പുറമെ പുസ്തകത്തിനപ്പുറമുള്ള നമുക്ക് ധാരാളം പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നമുക്ക് കഴിവ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളിലും വ്യത്യസ്ത രീതിയിലുള്ള കഴിവാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്നുള്ളത് സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ ഇത്തരം ഈ അൽബിറ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുടെയൊക്കെ ഉത്തരവാദിത്ത ബോധപ്പെട്ട അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെന്റർ ഡയറക്ടർ ഡോക്ടർ KP ഫൈസൽ മുഖ്യാതിഥിയായി. സമസ്ത പാലക്കാട് മുഷാവറാംഗം ഉസ്താദ് സയ്യിദ് അലി വിദാരിമി വാണിയംകുളം, അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് എന്നിവർ പ്രഭാഷണം നടത്തി. സമസ്ത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 6 സ്റ്റേജുകളിലായി നടന്ന മത്സരങ്ങളിൽ 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവം. സ്കൂളിന്റെ ഭാഗത്തു നിന്നും കുട്ടിയുടെ വീഡിയോ ചോർന്നിട്ടില്ലെന്ന് ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ. അസാധാരണ പ്രതികരണം കുട്ടിയിൽ നിന്നുണ്ടായപ്പോഴാണ് വീഡിയോ എടുത്തത്. സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞതായും പ്രശ്നങ്ങൾ ഒത്തുതീർന്നെന്നും പ്രിൻസിപ്പൽ. സമസ്തയെ നിസ്സാരമാക്കാനും പരിഹസിക്കാനും ദുർബലപ്പെടുത്താനും നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രവാചകൻ കാണിച്ചു തന്ന ശരീഅത്തിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സമസ്ത നിർവഹിക്കുന്നതെന്നും ജിഫ്രി തങ്ങൾ.
ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ ഉയർന്നുവരുന്നത് ആശങ്കാജനകമെന്നും കമ്മീഷൻ. 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് കഞ്ചാവും MDMAയും വേണോ എന്ന് ചോദിച്ച യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശി അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ വച്ചായിരുന്നു സംഭവം. കൊപ്പം മാമയൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. മലപ്പുഴയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി 3 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.